ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് വയോധികൻ മരിച്ചു. മേലെ ഭൂതയാടൂരിലെ ചെല്ലനാണ് മരിച്ചത്. ICU സംവിധാനമുള്ള ആംബുലൻസിനായി 4 മണിക്കൂർ കാത്തിരുന്ന ചെല്ലൻ ബോധരഹിതനായി തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹം മരിച്ചത്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, തുടർച്ചയായി 2 സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം കടുത്ത കാറ്റിലും മഴയിലും ഓട്ടോറിക്ഷയ്ക്ക് മേൽ മരം വീണ് ഗുരുതര പരിക്കേറ്റയാളിനും ഇതേ പ്രതിസന്ധി നേരിട്ടു. അദ്ദേഹവും ഇത്തരം സൗകര്യങ്ങളില്ലാതെ കാത്തിരുന്നു മരണം വരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു സംഭവം കൂടി. ഇതൊന്നുമായിട്ടും ആരോഗ്യവകുപ്പ് അവിടെ കണ്ണു തുറക്കുന്നില്ല, ആംബുലൻസ് സൗകര്യം അവിടെ എത്തിക്കുന്നില്ല. എന്താണ് ഇന്ന് സംഭവിച്ചത് നിഖിൽ? വിജയകുമാർ, കഴിഞ്ഞ 25-നാണ്, അതായത് ഫൈസൽ എന്ന 25-കാരൻ ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ് പരിക്കേറ്റ് മരിച്ച ഫൈസലിനെ എത്തിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അട്ടപ്പാടി മേലെ ഭൂതയാർ ഊരിലെ ചെല്ലൻ എന്ന 56-കാരനെ ഈ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഇദ്ദേഹം ആട് മേയ്ക്കാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ വെച്ച് ബോധരഹിതനായ നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഈ ഊരിൽ നിന്ന് കോട്ടത്തറയിലേക്ക് എത്തിക്കാൻ തന്നെ അവർ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു ഊരി നിവാസികൾ. കാരണം അവിടേക്ക് ആംബുലൻസ് ഈ ഊരിലേക്ക് എത്തില്ല. അതുകൊണ്ട് തന്നെ ഏറെ പ്രയാസപ്പെട്ടാണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. 1.5 കിലോമീറ്ററോളം കാൽനടയായി ചുമന്ന് ആംബുലൻസിൽ കയറ്റി പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ അവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ 4 മണിക്കൂറോളം ലൈഫ് സപ്പോർട്ട് ആംബുലൻസിനായി കാത്തിരിക്കേണ്ടി വന്നു. ഓട്ടോറിക്ഷയിൽ മരം വീണ് ഉണ്ടായ അപകടത്തിൽ ഫൈസലിനെ മണ്ണാർക്കാട് ആശുപത്രിയിലേക്ക് എത്തിച്ച ആംബുലൻസ് തിരികെ വന്ന ശേഷമാണ് ഈ ചെല്ലനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. തൃശൂർ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു അദ്ദേഹത്തെ മാറ്റിയിരുന്നത്. ഇദ്ദേഹം 4 മണിക്കൂറോളമാണ് അവിടെ ചികിത്സ കിട്ടാതെ കിടന്നത് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി. തുടർന്ന് തൃശൂരിൽ എത്തിച്ചെങ്കിലും ഇന്ന് രാവിലെ അദ്ദേഹം മരിക്കുകയായിരുന്നു. തലച്ചോറിൽ രക്തം കട്ട പിടിച്ചതാണ് മരണ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. ഇതൊരു പക്ഷേ അല്പം വേഗത്തിൽ, അതായത് ഈ 4 മണിക്കൂറിന്റെ കാത്തിരിപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ചെല്ലന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികളുടെ അടക്കം സാമൂഹ്യ പ്രവർത്തകരുടെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. കാരണം അല്പം കൂടി സൗകര്യങ്ങൾ സ്വാഭാവികമായും ഒരുക്കി നൽകേണ്ട ഒരു ആശുപത്രിയിലാണ് തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരാഴ്ചക്കിടെ 2 പേരാണ് ഇപ്പോൾ ഈ കൃത്യമായി വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് കിട്ടാത്തതിനാൽ അവരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. വിജയകുമാർ. യെസ്, ICU സംവിധാനമുള്ള ആംബുലൻസ് ഇല്ലാതെ ഒരാഴ്ചക്കിടെ 2 മരണം. അത് കോട്ടത്തറയിൽ 4 മണിക്കൂർ ഇന്ന് കാത്തിരുന്നു ചെല്ലൻ. അതിനുശേഷം അദ്ദേഹം ബോധരഹിതനായി തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. സമയത്ത് വാഹനം കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. നേരത്തെ മരിച്ച ആ കാലവർഷക്കെടുതിയിൽ അപകടത്തിൽ പരിക്കേറ്റ ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. അവിടെയും വില്ലനായത് ഈ സൗകര്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ സൗകര്യങ്ങളുള്ള ഒരു ആംബുലൻസ് കിട്ടാതിരുന്നത് തന്നെയാണ്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.